ഈ പ്രശ്നം നടന്ന സമയത്ത് ഞാൻ രേണു ചേച്ചിയോട് സംസാരിച്ചപ്പോഴും രേണു ചേച്ചി കിച്ചുവിനെ ഒരു വാക്കുകൊണ്ടോ ഒന്നും ഒരു മോശം പറഞ്ഞിട്ടില്ല. അല്ലപ്പാ, രേണു വെച്ചു പോലും ഏത് വകയിലെന്ന് എനിക്ക് രേണു വെച്ചി? നീ 10-40 വയസ്സായ കളവനല്ലേ? ആ കളവനാന്നോ ഈ 30-33 വയസ്സായ രേണുവിനെ രേണു വെച്ചെന്ന് വിളിക്കാൻ? ഇത് ഏത് വകയിലമ്മാവനാ നീ? അവളെ കയറിയിട്ട് രേണു വെച്ചെന്ന് വിളിക്കാൻ? രേണു വെച്ചി അവൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. പിന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ മുഖേനയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും അവിടെ വെച്ചിട്ടാണ് കിച്ചുവിന്റെ മൈൻഡ് മാറിയതെന്നും എനിക്ക് മനസ്സിലായി. ജാസി എന്ന് പറഞ്ഞ എന്നോട് പൊട്ടിക്കറിയുന്നതായിരുന്നു ആള്. ഇവനോട് പൊട്ടിക്കരഞ്ഞു പോലും. അല്ല, ഇവനോടല്ല, ഇവളോട് രേണു വെച്ച് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞു. ഇവളാരാ? രേണു വെച്ചിട്ട് അമ്മച്ചിയാ? അല്ലെങ്കിൽ ആരാ? അപ്പച്ചനാ? നിന്നോട് രേണു വെച്ച് പൊട്ടിക്കരയാൻ പറയുന്നതിനെല്ലാം കുറച്ചെങ്കിലും ഒരു കാര്യം വേണം കേട്ടോ. രേണു വെച്ച് എന്നോട് പൊട്ടിക്കരഞ്ഞു, കിച്ചു അങ്ങനെ പറഞ്ഞു, കിച്ചു ഇങ്ങനെ പറഞ്ഞു, കിച്ചുവിൻ്റെ ഫോൺ വന്നാൽ നമ്മളെ മുന്നെന്നാന്നൊക്കെ ലൗഡ് സ്പീക്കർ ഇട്ട് രേണു വെച്ച് കേൾക്കൽ എന്തെല്ലാം കുലസിതങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഓർത്ത് വിഷമിക്കേണ്ട, ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും, ചേച്ചിയുടെ കാര്യങ്ങളും വർക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോ എന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് ജാസി പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം വെച്ചാൽ ചേച്ചി ഒന്നും പറയുന്നതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ചേച്ചിയുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. ചേച്ചി എന്ന് അഭിനയിച്ചോ, ചേച്ചി കരയുന്ന കരഞ്ഞോ, ചിരിക്കുന്ന ചിരിച്ചോ. അതന്നെ ഇപ്പം ജാസിനെ കാണുന്നില്ലേ? ആര് എന്ത് ഇട്ട് കുലുക്കിയാലും ജാസി കുലുങ്ങൂല. കാരണം ഭൂമി കുലുങ്ങിയാലും ജാസി കുലുങ്ങൂല. ഉണ്ടാ, അതാണ് അവൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നു. ആരും എന്ത് പറഞ്ഞോട്ടെ, എന്ത് ചെയ്തോട്ടെ, ഒന്നും മൈൻഡ് ചെയ്യണ്ട. രേണു വെച്ചിട്ട് പണിയായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, രേണു ചേച്ചി ദുബായി പോണത് എന്തിനാന്നുള്ളത് അന്വേഷിക്കണം, അവൾ പോകുമ്പോൾ കുറെ പെട്ടികൾ, അവിടെ തിരിച്ചു വരുമ്പോൾ കുറെ പെട്ടികൾ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ദുബായിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനല്ലേ ജാസിയെ നീ പറയേണ്ടത്? നീ എന്താ പറയണ്ടേ? ഞാൻ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് എൻ്റെ പെണ്ണിനെ അവിടെ ആക്കിയിട്ട് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി ഗൾഫിൽ വന്ന് നിന്നിന്. അങ്ങനെ പറയൂ ജാസി. അല്ലാണ്ട് ഞാൻ ഗൾഫിലുള്ളൊരു വ്യക്തിയാണെന്ന് പറയല്ല. പറയുമ്പോൾ മുഴുവനായിട്ട് പറ, എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്കൊരു 30 കിലോ അല്ലെങ്കിൽ ഒരു 50 കിലോ സാധനങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ ദുബായിത്തെ വെറും 500 ദിറംസ് മതി. ഒരു 1 to 10 പോയിട്ട് നമുക്ക് 500 രൂപക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാം, ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. ആ ഒരു 2 ബോക്സ് ആക്കാൻ നമുക്ക് സാധനങ്ങൾ. നമ്മൾ പ്രവാസികളായ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് അറിയുന്നതാണ്. ഒരു 1 to 10 ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപക്ക് പോയി സാധനങ്ങൾ വാങ്ങിച്ചാൽ 2-3 പെട്ടിക്കുള്ള സാധനം ഉണ്ടാവും. നിങ്ങളെല്ലാവരും കേട്ടില്ലേ ജാസി പറഞ്ഞത്? ജാസി മുമ്പേ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്ന അവസ്ഥയാണ് പറഞ്ഞത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നാട്ടിലുള്ള കുടുംബക്കാർക്ക്, അതായത് ഭാര്യ കുടുംബത്തിൽ, അവൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെ എണ്ണി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് അവൻ പറഞ്ഞത്. ഇത്ര 500 ദിർഹംസ് ഉണ്ടെങ്കിൽ 3-4 പെട്ടി കെട്ടിയിട്ട് കൊണ്ടുവരാമെന്ന്. കാരണം അവനത് ചെയ്തതാണ്, അതുകൊണ്ടാണ് അവനക്കത് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ അന്നേരം കല്യാണം കഴിച്ച് വൈഫൊക്കെ ഉണ്ടാകുന്നല്ലോ. അപ്പോൾ വൈഫിൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് കുടുംബങ്ങൾക്ക് അങ്ങനെ വേറെ, ഇവൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് ഇവൻ്റെ കുടുംബങ്ങൾക്ക് വേറെ.